ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിന്റെ പ്രയത്നങ്ങൾ കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. സുഭാഷിതങ്ങൾ 16:3. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒത്തിരി സ്വാധീനിക്കുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് പ്രാർത്ഥനയും സേവനവും. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെന്ന പോലെ ദൈവോന്മുഖരായി ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നവ. സ്വാർത്ഥതയുടെ വിഷക്കാരേറ്റ് ആടിയുലെന്ന ഈ യുവതലമുറ എല്ലാം വെട്ടിപ്പിടിക്കാൻ ഓടിയെടുക്കുമ്പോൾ പ്രാർത്ഥനയും സേവനവും എന്ന ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ വെറും പാഴ്വേലുകളാവുകയാണ്. ഇവിടെയാണ് സ്വന്തം ജീവനും ജീവിതവും നമുക്കായി പങ്കുവച്ച ഈശോനാഥനെ നാം മാതൃകയാക്കേണ്ടത്. മലമുകളിലെ നിശബ്ദമായ അന്തരീക്ഷത്തിൽ ദൈവഹിതത്തിന് കാതോർത്ത് പാലസ്തീനയുടെ തെരുവീഥികളിൽ അവിടുന്ന് അത് സേവനമാക്കി പകർത്തി. താൻ ചെയ്ത ഓരോ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും മുൻപ് ദൈവത്തിന്റെ കയ്യൊപ്പിനായി കാത്തുനിന്ന് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഖ്യത്തിന്റെയും ജീവസ്പന്ദനമായി മാറുകയായിരുന്നു അവിടുന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏടുകൾ നാം മറയ്ക്കുമ്പോൾ പ്രാർത്ഥനയുടെയും സേവനത്തിന്റെയും ഉത്തമ മാതൃകയായി പരിശുദ്ധ അമ്മയെ നാം കാണുന്നുണ്ട്. നസ്രത്തിലെ കൊച്ചു വീട്ടിൽ ധ്യാനനിർലീനയായിരുന്ന അമ്മയുടെ പക്കൽ ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്തയായി ചെല്ലുമ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് അമ്മ രക്ഷാകര ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ്. പിന്നീട് തനിക്ക് ഏൽക്കേണ്ടി വരുന്ന അപമാനങ്ങളോ തിരസ്കരണങ്ങളോ ഒന്നുമല്ല അമ്മയുടെ മുൻപിലുള്ളത്. നിസ്സഹായാവസ്ഥയിലായിരിക്കുന്ന തന്റെ ഇളയമ്മയായ എലീശ പുണ്യവതി അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. സേവനസന്നദ്ധയെ അമ്മ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ മനോഭാവം നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. പ്രാർത്ഥനയിൽ ഉരുതിരിയുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനൊരു സമർപ്പണം നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യഹൃദയങ്ങളെ പിടിച്ചു കുലുക്കിയ ഒരു മഹത് വ്യക്തിത്വത്തിന് ഉടമയെ നമുക്ക് പരിചയപ്പെട്ടാലോ? പാവങ്ങളുടെ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ മദർ തെരേസ. തൻ്റെ പെറ്റമ്മയിൽ നിന്ന് സ്വായത്തമാക്കിയ പാവങ്ങളുടെ കരുതൽ പിൽക്കാലത്ത് സമാധാനത്തിനുള്ള നൊബൽ സമ്മാനത്തിന് ആ അമ്മയെ അർഹയാക്കി. ലൊറേറ്റോ കോൺവെന്റിന്റെ ഇടനാഴിയിൽ ഒരു അധ്യാപിക എന്ന തസ്തികയിൽ നിന്ന് ലോകത്തിന്റെ തന്നെ അമ്മയാകാൻ തക്ക വിധം ആ അമ്മയെ ഉയർത്തിന്റെ രഹസ്യം എന്തായിരിക്കും? അത് തന്റെ ദിവ്യകാരുണ്യ നാഥനുമൊത്തുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ അമ്മ നേടിയെടുത്ത പ്രാർത്ഥനയുടെ ആത്മബന്ധമാണെന്നിൽ ഒരു തെല്ലും സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. കൽക്കട്ടയിലെ തെരുവീഥികളിൽ ദുർഗന്ധം വമിക്കുന്ന മനുഷ്യകോലങ്ങളിൽ അമ്മ തന്റെ ദിവ്യകാരുണ്യ നാഥനെ കാണുമ്പോൾ ആ മനുഷ്യർക്ക് മറ്റൊരു ദിവ്യകാരുണ്യനാഥനെയാണ് അമ്മയിലൂടെ കാണാൻ സാധിക്കുന്നത്. സേവന സന്നദ്ധയെ ഇറങ്ങിത്തിരിക്കുന്ന അമ്മയുടെ ഈ മനോഭാവം നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. ഇന്ന് പലരുടെയും സേവന രംഗങ്ങൾ സ്വാർത്ഥത കലരുന്നുണ്ടെങ്കിൽ അത് തൻ്റെ ദിവ്യകാരുണ്യനാഥനുമൊത്തുള്ള ആത്മബന്ധത്തിന്റെ കുറവാണെന്ന് അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ഗുരു തൻ്റെ ശിഷ്യന്റെ കയ്യിൽ ഒരു വിളക്ക് കൊടുത്തിട്ട് ദൂരക്കാഴ്ചകൾ കാണാൻ പറഞ്ഞുവിടുകയാണ്. കയ്യിലെ അണയാത്ത വിളക്കുമായി ശിഷ്യൻ ദൂരക്കാഴ്ചകൾ കാണാൻ പുറപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് കയ്യിലെ വിളക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരുന്ന ശിഷ്യനെ കണ്ട് ഗുരു ചോദിക്കുന്നുണ്ട്, കാഴ്ചകൾ കണ്ടോ? ശിഷ്യൻ ഇപ്രകാരമാണ് മറുപടി നൽകുന്നത്, വിളക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വന്നതിനാൽ കാഴ്ചകൾ കാണാൻ പറ്റിയില്ല. ഗുരു വീണ്ടും ശിഷ്യനെ പറഞ്ഞയക്കുകയാണ്. ഇത്തവണ കാഴ്ചകൾ കാണുകയും അതോടൊപ്പം തന്നെ കയ്യിലെ വിളക്ക് അണയുകയും ചെയ്യരുതെന്ന താക്കീതും ഗുരു ശിഷ്യന് നൽകുന്നുണ്ട്. ആദ്യത്തേക്കാൾ കൂടുതൽ സമയം കഴിഞ്ഞ് ശിഷ്യൻ സന്തോഷത്തോടെ തിരിച്ചു വരുന്നത് കണ്ട് ഗുരു ശിഷ്യന് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ചുറ്റുമുള്ള മായാ കാഴ്ചകളാകുന്ന നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ ദൈവിക സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്താതെ വേണം നാം ജീവിക്കാനെന്നുള്ള യാഥാർത്ഥ്യം. ഒരിക്കലും ദൈവത്തെ മാത്രം ധ്യാനിച്ച് അവരനെ ഉപേക്ഷിക്കുകയോ ചുറ്റുമുള്ള മായാ കാഴ്ചകളിൽ മങ്ങിപ്പോയി ദൈവത്തെ നഷ്ടപ്പെടുത്തുകയോ ചെയ്യരുത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം നാം ജീവിക്കാൻ. പ്രാർത്ഥന എന്നത് ദൈവത്തിങ്കിലേക്കും സേവനം എന്നത് അവരിലേക്കും നമുക്ക് കനിഞ്ഞിറങ്ങുവാൻ ദൈവം തന്നിരിക്കുന്ന രണ്ട് വഴിവിളക്കുകളാണ്. ഈ വഴിവിളക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നന്ദി.